രാവിലെ നല്ല വെയിലാട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ സമയം 8:15 നമ്മൾ എഴുന്നേറ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് 8:15. ഇത് മാൾ റോഡ്. ഇവിടെയാണ് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത് മണാലിയിലെ. തൊപ്പിയും കണ്ടേക്ക് വെച്ച് ഇറങ്ങിയതാണ്. പക്ഷേ നല്ല വെയിലാണ്. പക്ഷേ ജാക്കറ്റ് ഊരി കഴിഞ്ഞാൽ തണുപ്പ് കൊണ്ടുതാണ്. ഇന്നലെ നമ്മൾ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്നലെ 5 മണിയാകുമ്പോഴത്തേക്ക് റൂമിലെത്തി. ഭയങ്കരമായിട്ട് മടുത്ത് വരുന്നു കേട്ടോ. അവിടെ നമ്മളെ മലയുടെ മുകളിൽ കയറി ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് പിന്നെ വന്ന് കയറിക്കണം ഉറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം നമ്മളിവിടെ നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടക്കുന്ന നേരെ ഈ വഴിയാണ്. ഈ വഴി നേരെ പോകുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഒരു നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഓൺലൈനിൽ ഗൂഗിളിൽ കണ്ടുള്ളൂ, പോയി നോക്കാം. പിന്നെ തൊട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഓൾഡ് മണാലി ഉണ്ട്. ഓൾഡ് മണാലി. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പം നടക്കുന്നത് ഓൾഡ് മണാലിയിലേക്ക് കേട്ടോ. ചായക്കടയുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പറ്റും. ഇവിടെയാണ് ഈ ടെമ്പിളിൻ്റെ എൻട്രൻസ് കേട്ടോ. ഹാഡിംബ ടെമ്പിൾ. എൻട്രൻസ് കഴിഞ്ഞിങ്ങോട്ട് കയറി കഴിയുമ്പോൾ കേട്ടോ മൊത്തം നല്ല മൊത്തം മരങ്ങൾ, നല്ല ഗ്രീനറി അല്ലേ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ഹാഡിംബ ടെമ്പിളിലേക്ക്. നല്ല ലൊക്കേഷനാണ്. കാരണം കണ്ടില്ലേ, നല്ല മരം. ഈ മരത്തിനൊക്കെ ഇടയ്ക്കാണ് ആ മന്ദിരമുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറണം, അതാണ് പ്രശ്നം. ഈ മരത്തിൻ്റെയൊക്കെ ഒരു പൊക്കം അല്ലേ, വളഞ്ഞ് നല്ല രസമാണ് കാണാൻ. സ്റ്റെപ്പ് കയറി വരുവാണെങ്കിലും കണ്ടോ അവിടെ മടുത്ത് വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള പ്ലേസൊക്കെ ആക്കിയിട്ടുണ്ട്. വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിലെത്തണം കേട്ടോ. ഈ ഒരു പ്ലേസാണ് വണ്ടിക്ക് വരുമ്പോൾ എത്തുന്നത്. ഇടങ്ങിയ വഴിയാണ്, അധികം പാർക്കിങ്ങൊന്നും സ്പേസ് ഇല്ല. പിന്നെ ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് പാർക്കിംഗ് സ്പേസ് ഉള്ളത്. നമ്മൾ നടന്നു വന്നപ്പോൾ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടവഴിയുണ്ട്. ഈ ഇടവഴി നമ്മളിവിടെ എത്തി. ഇതിലാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ടെമ്പിളുള്ളത് ഇതുണ്ട്, ഈ വഴിയാണ്. ഈ മരങ്ങളൊക്കെ നടുക്കാണ് അമ്പലമുള്ളത്. പഴയ ഒരു അമ്പലം കേട്ടോ. പഴയ സ്റ്റൈലുണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇങ്ങനൊരു ലുക്ക്. പശുവാണെന്ന് ചോദിച്ചാൽ പശുവല്ല, ആടാണെന്ന് ചോദിച്ചാൽ ആടുമല്ല. ഈ ഹിമാലയൻ പശുക്കൾ. മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കാൻ 50 രൂപ കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രി. അമ്പലം അണ്ട ഈ മരങ്ങളുടെയൊക്കെ ഒരു നടുക്കാണ് ഈ ഒരു അമ്പലം ഉള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് 2-3 നില കേട്ടോ. താഴത്തെ 3 നില മൊത്തം കല്ല് വെച്ച് പണിതേക്കുന്നത്. കല്ലും വൂടും മരം കൊണ്ടാണ് എൻ്റെ മേൽക്കൂര. ഇവിടെയും കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെല്ലാം കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. മിനിമം 40 രൂപയാണ് ഫോട്ടോ എടുക്കുന്നതിന്. അതായത് ഒരു ഫോട്ടോയ്ക്ക് 40 രൂപ. അവരൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മൊബൈലിലേക്ക് കോപ്പി ചെയ്ത് തരും. അതിന് 40 രൂപ ഒറ്റ ഫോട്ടോ. ഇവിടെയാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ മുകളിലുണ്ട് ഇവിടെ ഈ ചെറിയൊരു പാർക്ക് പോലെ കേട്ടോ. ചെറിയ പാർക്ക് കളിക്കാനൊക്കെ, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ പറ്റുന്ന റൈഡുകളൊക്കെ ഉള്ളത് ചെറിയ പാർക്കാട്ടോ ഇവിടെ. ഇത് 1553 ഉണ്ടാക്കിയ ഒരു അമ്പലം കേട്ടോ. അതായത് ഇത് മഹാഭാരതത്തിലെ ഇതൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഭീമൻ്റെ വൈഫ് ഹഡിംബിക്ക് വേണ്ടി, ഹഡിംബിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹഡിംബിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു അമ്പലം കേട്ടോ ഇത്. ഒടുക്കത്തെ തിരക്കാട്ടോ. ഫോട്ടോ എടുക്കുന്ന തിരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് തിരക്ക്. ഇതാണ് ഹിമാലയൻ ചെറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. മരുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. सब क्या भैया? ये तेल होता है जड़ी बूटियों का तेल, कैसा भी कमर में जोड़ों में दर्द हो, चोट मोच का दर्द हो, बाई का दर्द हो. ഈ മണാലിയിൽ എവിടെ നോക്കിയാലും ഈ ഒരു ടൈപ്പ് ട്രീ കേട്ടോ. ഇത് ആക്ച്വലി എന്നാൽ ഹിമാലയൻ സിഡർ ട്രീ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എന്നാ പറയുന്നത്, ദേവദാരു എന്നാണ് തോന്നുന്നു കേട്ടോ. മറ്റേ മലയാളം. അവയിരുന്ന് വെയിൽ കൊള്ളു കേട്ടോ.
തണുപ്പുണ്ട്. നമ്മൾ ഈ താഴെ കാണുന്ന ടൗൺ ഉണ്ടല്ലോ, ഇത് ഓൾഡ് മണാലി കേട്ടോ. ഈ ഓൾഡ് മണാലിയിൽ നിന്ന് നേരെ വരുവാണെങ്കിൽ ഇത്ര കയറി വരാനൊരു 50 മീറ്ററേ ഉള്ളൂ. ഈ ടെമ്പിളിൻ്റെ ഇവിടുന്ന് ഇതിലെ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ, ഈ ഒരു നടപ്പ് വഴി. ഈ നടപ്പ് വഴി പോകുന്നത് ഇവിടെ ഒരു സ്നോ പോയിൻ്റ് ഉണ്ട്. സ്നോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറവശം ഹിമാലയം കാണാം, ഹിമാലയത്തിലെ സ്നോ കാണാം. അതുകൊണ്ട് ചെറിയ സ്നോ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. കിतना ടിക്കറ്റ്? ഒരു ടിക്കറ്റിന് 10 രൂപ. പക്ഷെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഇതാണ് കേട്ടോ. ചെറിയ പാർക്ക് പോലെ. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. മൊത്തം ഈ സിഡർ ട്രീ ആണ്. ഇവിടെ വലിയൊരു കല്ലുണ്ട്. ഈ കല്ലിന് മുകളിൽ കയറി, ഈ കല്ലിന് മുകളിൽ കയറിയിട്ട് അങ്ങോട്ട് നോക്കി കഴിയുമ്പം മരങ്ങൾക്ക് അങ്ങ് ദൂരെ നമുക്ക് സ്നോ കാണാം. അതുകൊണ്ടായിരിക്കും ഇതിനെ സ്നോ പോയിൻ്റ് എന്ന് പറയുന്നതല്ലേ. ഗൂഗിൾ കാണിക്കുമ്പോൾ ഇത് സ്നോ പോയിൻ്റാണ്. കല്ല് ഇരിക്കാമെന്ന് വെച്ച് കയറിയതാണ്, പക്ഷേ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കല്ല് കയറി ഇരിക്കൽ നടക്കൂല. എൻ്റെ ഇല കണ്ടില്ലേ? എൻ്റെ ഇല നല്ല പച്ച ഇലയാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മുള്ളു പോലെ, പക്ഷേ സ്ട്രോങ് അല്ല കേട്ടോ ഇത്. ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കടയുണ്ട്, ചായ, കാപ്പി, പഴങ്ങൾ. പക്ഷേ ഓപ്പണായിട്ടില്ല എന്ന് തോന്നുന്നു, അല്ല ഓപ്പണായി വരുന്നുള്ളൂ. ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്, ബെഞ്ചുകളുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. കുറേ നേരം ഇവിടെ ഇരുന്നു. നമ്മൾ തിരിച്ചിറങ്ങി പോകട്ടോ. വിശക്കാൻ തുടങ്ങി. രാവിലെ ചായ കുടിച്ചിട്ട് നമ്മൾ വന്നത്. ഇവിടെ ഓൾഡ് മണാലി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. ഒടുക്കത്തെ ക്യൂ കേട്ടോ ഇത്. ഈ ലൈൻ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ മൊത്തം അമ്പലത്തിൽ കയറാനുള്ള ലൈൻ കേട്ടോ. നമ്മൾ രാവിലെ വന്നപ്പം ഇത്രയും തിരക്കില്ലായിരുന്നു. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ മൊത്തം ലൈനായി. ഇവിടെ മുകളിൽ ലൈനായി. വട്ടം കറങ്ങി ഇവിടെ ഒന്ന് കയറണം. ഇത് ഈ ഓൾഡ് മണാലിയാണ് ഈ അമ്പലത്തോട്ട് കയറുന്ന എൻട്രൻസ് കേട്ടോ. കുറേ നേരം ഇവിടെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ഇവിടെ മൊത്തം മാർക്കറ്റ് കേട്ടോ. ഇതാണ് നമ്മൾ ഇറങ്ങിയ രാവിലെ നടന്ന സ്ഥലം. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഇടവഴിയുണ്ട്. ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ റോഡ് സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയ ഈ മെയിൻ റോഡിലെത്തും. ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ. ഒരു റിസോർട്ട് കേട്ടോ. റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പഴയ ഒരു പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കാട് പിടിച്ച് കിടക്കും കേട്ടോ. ഇതൊരു ഹിമാചൽ ടൂറിസം റോട്ടാങ് മണാലി സൂ. അതിൻ്റെ മൊത്തം മുകളിൽ കാടാണ്. താമസം ഉണ്ടോ ഉണ്ടാവും, പക്ഷേ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു പാർക്കൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ റോഡിലെത്തി. ഇനി റോട്ടിൽ കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മണാലിയിലെ മാൾ റോഡ് എത്തും.